കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ സന്ദർശിച്ചതിന് പിന്നാലെ ക്ഷേത്രം ഗംഗാജലം കൊണ്ട് കഴുകി വൃത്തിയാക്കിയെന്ന ആരോപണം. ബീഹാർ സഹർസ ജില്ലയിലെ വാൻഗാവിലെ ഭഗവതി സ്ഥാനിലുള്ള ദുർഗ ക്ഷേത്രത്തിലാണ് സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചു. വിശദാംശങ്ങളുമായി ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇത് എന്നായിരുന്നു സംഭവം? ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോദി, ബുധനാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ബീഹാറിലുടനീളം ഈ കുടിയേറ്റം നിർത്തുക, ജോലി നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് പദയാത്ര നടത്തുകയാണ്. ഈ പദയാത്രയുടെ ഭാഗമായിട്ടാണ് ഈ സഹസ്ര ജില്ലയിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ സമീപത്ത് ഈ ഉള്ള ഒരു ചടങ്ങിൽ ഈ കനയ്യകുമാർ പങ്കെടുത്തത്. ഈ ക്ഷേത്രത്തിൽ അതിനുശേഷം, അതായത് അവിടെ ഈ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം കനയ്യകുമാർ ക്ഷേത്രത്തിലെത്തുകയും അവിടെ തൊഴുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. കനയ്യകുമാർ അവിടെ നിന്ന് പോയതിന് തൊട്ടു പിന്നാലെയാണ് ക്ഷേത്രം ഭാരവാഹികളെന്ന് അവകാശപ്പെടുന്ന ചിലർ ഗംഗാജലം കൊണ്ട് ഈ ക്ഷേത്രം കഴുകി വൃത്തിയാക്കിയത്. അതാണിപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഈ ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് BJP ഇതര രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരെ തൊട്ടുകൂടാത്തവരായി കാണുന്നത് കൊണ്ടാണോ ഈ ഗംഗാജലം ഉപയോഗിച്ച് ഈ ക്ഷേത്രം കഴുകി വൃത്തിയാക്കിയതെന്നാണ് ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ മറ്റും ചോദിക്കുന്നത്. പക്ഷേ ഇതിൽ തൊട്ടുകൂടായ്മയുടെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കനയ്യകുമാറിന്റെ രാഷ്ട്രീയം അതിനെ ജനങ്ങൾ തിരസ്കരിച്ചതിനാലാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ ഈ ക്ഷേത്രം ഗംഗാജലം കൊണ്ട് കഴുകി വൃത്തിയാക്കിയതെന്നാണ് BJP അവകാശപ്പെടുന്നത്. ഏതായാലും അടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഒരു പുതിയ വിവാദമാണ് ഈ സംഭവത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഈ സംശയം സ്വാഭാവികമായി ഉടലെടുത്ത് പോകുന്നു. കാലങ്ങൾക്ക് മുന്നേ നമ്മളൊക്കെ പടിയടച്ച് പിണ്ടം വെച്ച് പോയ അയിത്തവും ഉച്ചനീചത്വങ്ങളും ഒക്കെ വീണ്ടും മടങ്ങി വരുന്നു. അതിന് ന്യായീകരണവും പറയുന്നു BJP. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇനി എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും അങ്ങനെ ഗംഗാജലം ഉപയോഗിച്ച് കഴുകിയെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായും അങ്ങനെ മോദി പറഞ്ഞതുപോലെ തന്നെ അതൊരു വലിയ സംഭവമായി തന്നെ നമ്മൾ കരുതേണ്ടതുമാണ്. കാരണം അതിൽ ജാതീയതയ്ക്ക് ഉപരിയായി തന്നെ ഇത്തരത്തിൽ ക്ഷേത്രം കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ ഒരു വ്യക്തി അതിനകത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും അവിടെ ഗംഗാജലം ഉപയോഗിച്ച് വൃത്തിയാക്കി അത് ശുദ്ധീകരിക്കുകയും ചെയ്തുവെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. ഈ സംഭവത്തിൽ ബീഹാർ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടതായുള്ളത്. ഇവിടെ ഒരു ജാതി വിവേചനമെന്ന് നമുക്ക് പ്രാഥമികമായി പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ കനയ്യകുമാർ ഏതെങ്കിലും ഈ മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഒരു നേതാവല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും പുറത്തു വരേണ്ടതായുണ്ട്. ഒരുപക്ഷെ ബീഹാർ സർക്കാരിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ നടത്തുകയാണെങ്കിൽ ആ അന്വേഷണത്തിലായിരിക്കും ആ സത്യം പുറത്തു വരേണ്ടതായുള്ളത്. പക്ഷേ വരട്ടെ ബാലഗോപാൽ, അത് പുറത്തു വരേണ്ടത് തന്നെയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഒരാൾ ക്ഷേത്രത്തിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ഗംഗാജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് തീണ്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് വിശദമാക്കിയേ പറ്റൂ. BJP പറയുന്നത് അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ എന്ന് കൃത്യമായി തന്നെ പുറത്തു വരട്ടെ. ബാലഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.